पर्वत वो सबसे ऊंचा, हम साया आसमां का। पर्वत वो सबसे ऊंचा, हम साया आसमां का। वो संतरी हमारा, वो पासवा हमारा, हमारा सारे जहां से अच्छा। की हजारों नदियाँ गोदी में खेलती है, इसकी हजारों नदियाँ। गुलशन है जिसके दम से रश के जीना हमारा, हमारा सारे जहां से अच्छा। मजहब नहीं सिखाता आपस में बैर रखना, मजहब नहीं सिखाता आपस में बैर रखना। ഷമീന കെ 9D, ജിതിൻ കൃഷ്ണ 9D, അക്ഷയ് 8A, അദ്വൈത് 8A, ആദർശ് MK 8A, ആദർശ് RP 8A, അർച്ചന UB 8G, അനഘ AV 9D, സ്മൃതി KV 8G, സുതിമോൾ RS 9D, ആര്യ രവി 9D, ആരതി KT 9D, രസിക PM 9D, രത്തിന 9D, വിഷ്ണുപ്രിയ C 9A, കാവേരി 9D, അശ്വതി KV 9D, മാനസ്മണി KP 9E. ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഭയത്തിൻ്റെ, അമർഷത്തിൻ്റെ, അനാഥത്വത്തിൻ്റെ, വൈധവ്യത്തിൻ്റെ മഹാമാരി പെയ്ത് കടന്നുപോയ ദുസ്വപ്ന വർഷം. സ്വാതന്ത്ര്യത്തിൻ്റെ കൈത്തിരുനാളങ്ങൾ ഈ മണ്ണിൽ കൊളുത്തി വെച്ച് മറഞ്ഞുപോയ മഹാരഥന്മാരുടെ ആത്മബോധത്തിന് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു സ്വാതന്ത്ര്യം തന്നെ അമൃതം.
ഒന്നിച്ച് നടക്കൂ. പരസ്പരം വിദ്വേഷമില്ലാതെ ഒരേ വാക്യം പറയൂ. നിങ്ങളുടെ മനസ്സുകൾ ഒന്നായി തീരട്ടെ. സഹകരണ മനോഭാവത്തോടെ, വിദ്വേഷങ്ങളില്ലാതെ ഓരോരുത്തരും സ്വന്തം മനോഭാവം കൈക്കൊള്ളും. നിങ്ങളുടെ മനസ്സും ചിന്തയും ഐക്യപ്പെടട്ടെ. നിങ്ങളുടെ സങ്കല്പങ്ങളും ഹൃദയാഭിലാഷങ്ങളും തീരുമാനങ്ങളും ഒന്നായി തീരട്ടെ. മാനവരെ, നിങ്ങൾക്ക് മംഗളം ലഭിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ പ്രവൃത്തികൾ ഐക്യപ്പെടട്ടെ. നാം ഭാരതീയർ ഒരമ്മ പെറ്റവരെ പോലെയാവട്ടെ. ഭാരതം നമ്മുടെ മാതൃഭൂമി, വിവിധ ഭാഷകൾ അമൃത് പൊഴിക്കുന്ന ഭൂമി, വിവിധ മതസംസ്കാരങ്ങളുടെ സംഗമസ്ഥാനം, ചിരപുരാതന കാലം മുതൽക്കേ സർവ്വരാജ്യങ്ങൾക്കും മാതൃകാസ്ഥാനം അലങ്കരിക്കുന്ന പുണ്യഭൂമി. ഇത് 100 കോടി ജനങ്ങളുടെ സംഘചേതനയാണ്. ഇത് നമ്മുടെ അമ്മയാണ്. നമ്മുടെ ചിന്തയും കർമ്മശേഷിയും ഈ അമ്മയ്ക്കായി സമർപ്പിക്കുക. പണ്ടുകൊണ്ടേ വിദേശികളുടെ ലാഭഭണ്ഡാരത്തിൽ കനകം നിറയ്ക്കുന്ന കമ്പോളമായിരുന്നു. അറബികൾ തുടങ്ങി ചീന, ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ബ്രിട്ടൻ എന്നിവിടങ്ങളിലുള്ളവർ വരെ കച്ചവട കണ്ണുമായി ഒരു കഴുകനെ പോലെ ഇവിടെ പറന്നെത്തി. അറബിക്കടലിന്റെ കരളും പിളർന്നുകൊണ്ടൊരു കൊച്ചു പായ്ക്കപ്പലെത്തി. കടലിനും മലകൾക്കും അകലെ നിന്ന വെള്ള കഴുകന്മാർ ചിറകടിച്ചെത്തി. അറബിക്കടലിന്റെ കരളും പിളർന്നുകൊണ്ടൊരു കൊച്ചു പായ്ക്കപ്പലെത്തി. കടലിനും മലകൾക്കും അകലെ നിന്ന വെള്ള കഴുകന്മാർ ചിറകടിച്ചെത്തി. കുരുമുളകുമേലവും മലകളിൽ മരതക കുടനീർത്തും നാട്ടിലേക്കെത്തി. കുടനീർത്തും നാട്ടിലേക്കെത്തി. നമ്മുടെ ഭാരതഭൂമിയിലുണ്ടായ സുഗന്ധവ്യഞ്ജനങ്ങളും നമ്മൾ നെയ്തെടുത്ത തുണിത്തരങ്ങളും തുച്ഛവിലയ്ക്ക് വാങ്ങി ലോക കമ്പോളത്തിൽ 10 മടങ്ങ് ലാഭത്തിന് വിറ്റുകൊണ്ടിരുന്ന പറങ്കികളും ബ്രിട്ടീഷുകാരും കാലക്രമേണ നമ്മെ അവരുടെ അടിമകളാക്കി. നാം ചാട്ടവാറടിയേറ്റ് പിടഞ്ഞു. ഒടുവിൽ കപടതന്ത്രങ്ങളിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നമ്മുടെ രാജസിംഹാസനങ്ങൾ വിലപേശി വാങ്ങി. അങ്ങനെ നമ്മുടെ സർവസ്വവും അവരുടേതാക്കി. സഹനശക്തിയുടെ അവസാനം അമർഷത്തിൻ്റെ ആരംഭമാണ്.
വൈദേശികാധിപത്യത്തിന് മുഖക്കീഴിൽ ഞെരിഞ്ഞമർന്ന ഇന്ത്യൻ ജനത സർവശക്തിയും സമാഹരിച്ച് വിദേശികളെ കടല് കടത്താനായി സമരരംഗങ്ങളിൽ ഇറങ്ങി. ഹലോ മരയ്ക്ക്, മലബാറിന്റെ സിംഹക്കുട്ടി, എവിടെ പോയി നിന്റെ കരുത്ത്? പറഞ്ഞു പറയാ, ഈ കെട്ടടിച്ചു വിട, എന്നിട്ട് നോക്ക്, അപ്പൊ കാണാം എന്റെ കരുത്ത്. നിനക്കിനി ശക്തി. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാപ്റ്റർ. ഞങ്ങളുടെ കോളനികളും കോട്ടകളും നീ തകർത്തു, കച്ചവടം നശിപ്പിച്ചു, ഞങ്ങളുടെ ആളുകളെ കൊന്നു. ഇപ്പോ എവിടെ നിന്റെ രാജ്യസ്നേഹവും ദേശാഭിമാനവും? ആണാണെങ്കിൽ അരിച്ചുവിടറായെന്നെ. രാജ്യസ്നേഹവും ദേശാഭിമാനവും കാണിച്ചു തരാം. എന്റെ ജീവനുള്ള കാലത്തോളം നിനക്കെന്റെ നാടിനെ തൊടാൻ പറ്റില്ല. ധൈര്യമുണ്ടോ നിനക്ക് അഴിച്ചുവിടാൻ? നിന്നെ അഴിച്ചുവിടാൻ നിന്റെ മരണം അടുത്തിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിനക്ക് എന്നെ കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. ഞാൻ മരിച്ചാൽ നിന്നെയും നിന്നെപ്പോലെ നാട് പിടിച്ചടക്കാൻ വരുന്ന മറ്റുള്ളവരെ കശാപ്പ് ചെയ്യാൻ 1000 കുഞ്ഞാലികൾ ഈ ഭാരതത്തിന്റെ മണ്ണിൽ പറക്കും. അത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. കൂടുതൽ വർത്തമാനം പറയല്ല, വരൂ, സമയമായി. പറങ്കികൾ നാട് വിട്ടു പോവുക, പറങ്കികൾ തുലയട്ടെ, നാട് പിടിച്ചടക്കാൻ വരുന്ന കശാപ്പ് ചെയ്യുക. പറങ്കികൾ തുലയട്ടെ, പറങ്കികൾ തുലയട്ടെ. പിറന്ന മണ്ണിനെ മാറോട് ചേർത്ത് ധീരനായ കുഞ്ഞാലി മരയ്ക്ക് ഇന്ത്യയിൽ ഭരണാധിപത്യം സ്ഥാപിക്കാൻ വന്ന വിദേശീയരോട് ആദ്യമായി സമരം ചെയ്ത കോഴിക്കോട് സ്വരൂപത്തിന്റെ കടൽപ്പട നായകൻ കോട്ടയ്ക്കൽ മുഹമ്മദ് കുഞ്ഞാലി മരയ്ക്ക് നാട് പിടിച്ചെടുക്കാൻ വന്ന പറങ്കികളെ വെള്ളിയാങ്കല്ലിലിട്ട് വെട്ടിനുറുക്കി മീനുകൾക്കെറിഞ്ഞു കൊടുത്ത ധീരദേശാഭിമാനി, മലബാറിന്റെ സിംഹക്കുട്ടി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. ബ്രിട്ടീഷുകാരന്റെ ചാട്ടവാറടികളിൽ ആയിരക്കണക്കിന് ഭാരതപുത്രന്മാർ മരണം വരിച്ചു. അവർ നമ്മുടെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി രക്തസാക്ഷികളായി. പകരം ഇവിടെ വിധവകളുടെയും മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെയും അച്ഛൻ നഷ്ടപ്പെട്ട മക്കളുടെയും സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരുടെയും തേങ്ങലുകൾ ഉയർന്നു. ഇന്നും തേങ്ങലുകൾ ആവർത്തിക്കുന്നു. നമ്മുടെ കൊച്ചു സഹോദരങ്ങൾ ക്രൂരതകളുടെ ബലിയാടുകളാകുന്നു. ഈ കയ്പും കാർക്കശ്യവുമല്ല
സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചമർത്തലുകൾ തുടർന്നു. ഈ കറുത്ത കൈകൾക്കെതിരെ ഭാരതത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണർന്നു. കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് രൂപം കൊണ്ട സംഘചേതനകൾ ബ്രിട്ടീഷുകാർക്കെതിരെ സർഗാത്മക സൃഷ്ടികളുമായി സമരമുഖങ്ങളിലിറങ്ങി. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ, പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ, പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ. കത്തിന വിരലാൽ ചൂണ്ടും നുണ്ടവ മർത്യ പുരോഗതി മാർഗങ്ങൾ. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ, കത്തിന വിരലാൽ ചൂണ്ടും നുണ്ടവ മർത്യ പുരോഗതി മാർഗങ്ങൾ. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ. വെള്ളക്കാരെ നാടുകടത്താൻ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സമര കാഹളങ്ങൾ മുഴങ്ങി. ലാലാ ലജപത് റായ്, താദിയ തോപ്പി, ഭഗത് സിംഗ്, നെഹ്റു, ഗാന്ധിജി തുടങ്ങിയ രാജ്യസ്നേഹികളുടെ നേതൃത്വത്തിൽ വിവിധ സമരങ്ങൾ നടന്നു. ജാലിയൻ വാലാബാഗിൽ വെള്ളക്കാർ നടത്തിയ കൂട്ടക്കുരുതികൾ ഭാരത പൗരന്റെ സിരകളിൽ പ്രതികാരത്തിന്റെ ചോര തിളപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഉണ്ടായി. ഉപ്പിന് നികുതി ചുമത്തിക്കൊണ്ട് ഭാരതത്തിന്റെ ആത്മസത്തയെ അവർ അവഹേളിച്ചു. നാം നോക്കി നിന്നില്ല. ഒരു കടൽ തീരത്ത് ഒരു കുമ്പിൾ വെള്ളത്തിൽ ഒരു മഹാഗർജനം കേട്ടു. ഒരു കടൽ തീരത്ത് ഒരു കുമ്പിൾ വെള്ളത്തിൽ ഒരു മഹാഗർജനം കേട്ടു. ഒരു പിടിയുപ്പിന്റെ ഉപ്പ് വിയർപ്പിലും രുതിരത്തിലും നിറഞ്ഞല്ലോ. ഒരു പിടിയുപ്പിന്റെ ഉപ്പ് വിയർപ്പിലും രുതിരത്തിലും നിറഞ്ഞല്ലോ. ബ്രിട്ടീഷ് ഭരണാധികാരികൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന കരിനിയമങ്ങളെ സഹന സമരങ്ങളിലൂടെയും നിയമലംഘനങ്ങളിലൂടെയും അടിച്ചമർത്തും എന്നതിൻ്റെ പ്രതീകാത്മക സമരമായിരുന്നു ദണ്ഡി കടപ്പുറത്ത് വെച്ച് നടന്ന ഉപ്പുകുറുക്കൽ. ബ്രിട്ടീഷ് ഭരണകൂടത്തെ താഴെയിറക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള നിരവധി സമരങ്ങൾ ചെയ്തു. അദ്ദേഹം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി. കണ്ണിനു പകരം കണ്ണ് എന്ന തത്വശാസ്ത്രം കുരുടന്മാരുടെ ലോകമുണ്ടാക്കും. തല വെട്ടിക്കളഞ്ഞതുകൊണ്ട് അഭിപ്രായങ്ങൾ മാറ്റാനോ ഹൃദയത്തിലൂടെ വെടിയുണ്ട പായിച്ചുകൊണ്ട് അതിൽ പുതിയ പൊരുൾ നിറയ്ക്കാനോ സാധ്യമല്ല. ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത്, വടിവാൾ കൊണ്ടല്ല. ഹിംസ ഹിംസിക്കുന്നവരെ കൂടുതൽ ക്രൗര്യമുള്ളവരാക്കും, ഇരയായവരെ പകയുള്ളവരാക്കും. നന്മയുടെ മാതൃകകൾ കാട്ടി മാറ്റങ്ങൾ വരുത്തുകയും മാനുഷിക ശക്തി ഉപയോഗിച്ച് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിന് പകരം ആശയങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും
ഐക്യപ്പെടുത്തുകയുമാണ് വേണ്ടത്. അതെ, ഇനി വൈകിക്കൂടാ. നാം ഐക്യപ്പെട്ടുകൊണ്ട് ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ നഖശിഖാന്തം എതിർക്കുക. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ ഭാരതാത്മദേവിയുടെ തൃപ്പതാകകൾ. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ ഭാരതാത്മദേവിയുടെ തൃപ്പതാകകൾ. ഇത് ആയിരക്കണക്കിന് ഭാരതീയന്റെ ചോരയും നീരും കൊടുത്തു നേടിയ സ്വാതന്ത്ര്യം. വെള്ളക്കാരന്റെ കരിനിയമങ്ങളാൽ ഊട്ടിയൊരുക്കിയ അടിമച്ചങ്ങല പൊട്ടിച്ചെടുത്ത സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നമുക്കിന്ന് അധികാര സോപാനത്തിലെത്താനുള്ള കപട കുടിലതന്ത്രങ്ങൾ മെനയാനുള്ളതാകുന്നു. ബാലികമാരെയും സ്ത്രീകളെയും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാനുള്ളതാകുന്നു. മക്കളെ കൊല്ലാനുള്ളതാകുന്നു. മാതാപിതാക്കളെ വഴിയമ്പലങ്ങളിലേക്ക് അയക്കാനുള്ളതാകുന്നു. ഉപ്പിന് നികുതി ചുമർത്തിയവർക്കെതിരെ ഉപ്പുകുറുക്കി നേടിയ സ്വാതന്ത്ര്യം ജീവജലത്തിന് വിലയിടുന്നതുവരെ എത്തി നിൽക്കുന്നു. ഇതല്ല നാം ആഗ്രഹിച്ച സ്വാതന്ത്ര്യം. ഉണ്ണാനും ഉറങ്ങാനും സ്വന്തമായ അസ്തിത്വം ഉണ്ടാക്കാനും ലോകത്തിൽ തലയുയർത്തി നിൽക്കാനും ഉള്ളതാവണം സ്വാതന്ത്ര്യം. അതിനായി പഴയ കാലത്തികവിൽ നിന്നും പുതിയ നാടുണരെ, പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണരെ, വേട്ടയാടും കഴുകനെതിരായി ഒത്തുചേർന്നുണര്, നാട്ടുകൂട്ടപ്പെരുമ പാടും പുതിയ നാടുണരെ, പറകൊട്ടിപ്പാടി പാടിയുണരുക, തുയിലുണർത്തുക നാം, പടയൊരുക്കുക നാളെയാവുകിലേറെ വൈകിടും, പടയൊരുക്കുക നാളെയാവുകിലേറെ വൈകിടും, പടയൊരുക്കുക നാളെയാവുകിലേറെ വൈകിടും, ഏറെ വൈകിടും, ഏറെ വൈകിടും. ശ്രദ്ധിക്കുക. ഈ അഗ്നിനാളത്തിലേക്ക് കണ്ണുകൊടുത്തിയവൻ ഇനി പറയാനൊരുങ്ങുന്ന വാക്കുകളിലേക്ക് കാതുകൂർപ്പിക്കുക. ഇതുവരെ കണ്ടതും കേട്ടതും യാഥാർത്ഥ്യം. ഇന്നലെ പൂത്തതും തളുത്തതും വാടി വീണതും ചരിത്രങ്ങളുടെ ചിരാതിൽ കൊളുത്തി ഇവിടെ തെളിയിച്ചത് സത്യസന്ധതയുടെ അഗ്നിനാളങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരിത്തിരി നേരം ഇരിപ്പിടം വിട്ട് എഴുന്നേൽക്കുക. ഈ അഗ്നിയുടെ നെറുകയിൽ വലങ്കൈ ചേർത്ത് വെച്ച് പറയുക,